വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തി ഇറാൻ. ഇസ്രായേലിലേക്ക് 11 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ ഇവയെല്ലാം തടഞ്ഞതായിട്ടാണ് ഇസ്രായേലി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ പറയുന്നത്. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ, ഇറാഖ്, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി അടക്കുകയും ചെയ്തു. ഇറാനെതിരെ പ്രതികാര നടപടികൾ വേണ്ടെന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നു. കൂടുതൽ സൈനിക നടപടി ഉണ്ടാകുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ സംഭവിക്കാൻ പോകുന്ന സമാധാന കരാർ ശ്രമങ്ങളെ പരാജയപ്പെടുത്തും എന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേൽ ആദ്യം ആക്രമിച്ചു, അതിന് മറുപടിയായി ഇറാനും ആക്രമണം നടത്തി. ഇനി മറ്റൊരു ആക്രമണത്തിന്റെ ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാനുമായുള്ള അന്തിമ കരാർ സംഭവിക്കുന്നതിന് തൊട്ടടുത്താണ് നമ്മൾ. അത് വളരെ നല്ലൊരു കരാറായിരിക്കും. ഇസ്രായേലിന്റെ പ്രത്യാക്രമണം കാരണം ആ കരാർ സംഭവിക്കാതിരിക്കാൻ പാടില്ലെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഹൈഫ, സിസേറിയ, ഹദേര എന്നിവ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയിരുന്നു. പൊതുജനങ്ങളോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. എന്നാൽ ഈ മിസൈൽ ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായി ഇസ്രായേലിന്റെ അടിയന്തര സേവന വിഭാഗമായ മാഗൻ ഡേവിഡ് അഡോം പറയുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയും മുന്നറിയിപ്പും ആയിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇറാനോ ലെബനോനോ എതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ബെയ്റൂട്ടിലെ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലെ താമസക്കാർക്കെതിരായ ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ദാഹിയയിൽ തങ്ങൾ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ വക്താക്കൾ പറയുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി എന്നാണ് പറയുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് 3 സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇതോടെ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. ടെഹ്റാനിൽ കുറഞ്ഞത് 2 വലിയ സ്ഫോടനങ്ങളും ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങളും ഉണ്ടായതായി ഇർന വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. തങ്ങൾ ആക്രമിച്ചത് ഇറാൻ ഭീകരഭരണകൂടത്തിന്റെ സൈനിക ലക്ഷ്യങ്ങളെയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു. അതിനു പുറമെ തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളമായ ഇമാം ഖൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വ്യോമപാത ഇറാൻ അടച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ ആക്രമണം നടന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് താനാണെന്നും ഇസ്രായേൽ തന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതോടെ മേഖലയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നൊരു ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോഴാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ. വ്യോമാക്രമണങ്ങൾ തുടർന്നാൽ യുദ്ധം വീണ്ടും രൂക്ഷമാവുന്നതിലേക്ക് നയിക്കും. നിലവിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് സൂചനകൾ.